ഈ മലയാളികൾ മുഴുവൻ കാത്തിരിക്കുന്നത് ഒരു ചോദ്യത്തിന് മാത്രമാണ്. ഈ റാണ, ഭീകരവാദിയായ റാണ എന്തിനാണ് കൊച്ചിയിൽ വന്നത് എന്നതാണ് ഇപ്പോൾ മലയാളികൾക്ക് അറിയേണ്ട ഉത്തരം. അതിനിടയിലാണ് കൊച്ചിയിൽ നിന്നുള്ള 8ലധികം NIA ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി ഈ റാണയെ ചോദ്യം ചെയ്യുന്ന അതിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കേരളവും റാണയുമായുള്ള ബന്ധം എന്താണ്? കേരളവും റാണയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റാണ കൃത്യമായിട്ട് പറഞ്ഞാൽ മുംബൈ ഭീകരാക്രമണം നടക്കുന്ന 2008 നവംബർ 26-ന് 10 ദിവസം മുമ്പേ, അതായത് നവംബർ 16-ാം തീയതി, 15-ാം തീയതിയോ 16-ാം തീയതിയോ, 16-ാം തീയതി അയാൾ കൊച്ചിയിലുണ്ട്. 16-ഉം 17-ഉം തീയതികൾ താജ് ഹോട്ടലിൽ, കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ റാണ ഉണ്ട്. അപ്പോൾ 15-ാം തീയതി അയാൾ കൊച്ചിയിൽ എത്തിയിരിക്കാനാണ് സാധ്യത. കൃത്യം 10 ദിവസം മുമ്പ് അവിടെ ഒരു റിക്രൂട്ടിംഗ് നടക്കുകയായിരുന്നു. ഈ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഈ റാണ ഒരു സ്ഥാപനം നടത്തിയിരുന്നത് അറിയാമല്ലോ, ബോംബെയിലും മറ്റും. അപ്പോൾ അതിൻ്റെ ചില ശാഖകൾ, അത് ദുബായിലും അയാൾക്ക് അത്തരം ഒരു ഇടപാടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ കേരളത്തിലും അത്തരത്തിലൊന്ന് തുറക്കാൻ, ഒരു ഓഫീസ് തുറക്കാൻ റാണ പദ്ധതി ഇട്ടിരുന്നു. പിന്നീട് അത് എന്തുകൊണ്ടോ നടന്നില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ സ്ഥാപനത്തിലേക്ക് ചിലരെ റിക്രൂട്ട് ചെയ്യാൻ എന്നുള്ള വ്യാജേന അവിടെ ഒരു ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചിരുന്നു ഈ 16-17 തീയതികളിൽ. അപ്പോൾ ആ 16-17 തീയതികളിൽ അവിടെ ആരൊക്കെയോ റാണയെ കാണാൻ വന്നിരുന്നു, മലയാളികൾ നിരവധി പേർ വന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും NIAയുടെ ഈ റാണയുടെ കേരളവുമായിട്ടുള്ള ബന്ധം വളരെ സജീവമായിരുന്നു, വളരെ ദുരൂഹമായിരുന്നു, വളരെ ദൃഢമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നുള്ള 8 NIA ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ഈ റാണയെ ചോദ്യം ചെയ്യുന്ന, റാണയുടെ കേസ് അന്വേഷിക്കുന്ന മുംബൈ ഭീകരാക്രമണം 2008 നവംബർ 26-ന് നടന്ന മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്തുന്ന NIA ടീമിലേക്ക് ഈ കൊച്ചിയിൽ നിന്നുള്ള 8 ഉദ്യോഗസ്ഥരെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതാരൊക്കെയാണ് എന്നുള്ള വിവരം അവർ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും കേരളത്തിൽ നിന്നും മലയാളികളായ ഈ 8 ഉദ്യോഗസ്ഥരെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നു. അതാണ് ഒരു വിവരം. അതുപോലെ തന്നെ ഈ റാണയ്ക്ക് ദുബായിൽ വലിയ കണക്ഷനുണ്ട്. ദുബായിൽ വെച്ച് ഇവർ ഈ മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പും പിമ്പും, അതായത് ആക്രമണം നടക്കുന്നതിന് മുമ്പും ആക്രമണത്തിന് ശേഷവും ദുബായിൽ വെച്ച് റാണയും ഹെഡ്ലിയും തമ്മിൽ കണ്ടിരുന്നു. അവർ തമ്മിൽ ചില കാര്യങ്ങൾ കൈമാറിയിരുന്നു, വിവരങ്ങൾ കൈമാറിയിരുന്നു എന്ന് മാത്രമല്ല, ഈ കേരളത്തിൽ റാണ വന്നപ്പോൾ നമുക്കറിയാം, ഒരു KP സാബിർ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു നേതാവ് കൂടിയായ സാബിറിനെ, ആലുവക്കാരനായ സാബിറിനെ കൊച്ചിയിൽ വെച്ച് കണ്ടതായിട്ട് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൻ്റെ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്, മാധ്യമങ്ങൾക്കുമൊക്കെ ആ വിവരം ഇപ്പോൾ ലഭ്യമാണ്. അതൊരു കാര്യം. അതുപോലെ ദുബായിൽ വെച്ച് ഇയാൾ മറ്റൊരാളിനെ കണ്ടു. അത് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ സാജിദ് മിർ എന്ന കൊടും ഭീകരനെ ദുബായിൽ വെച്ച് കണ്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നു മാത്രമല്ല, അന്ന് ആ ദുബായ് കൂടിക്കാഴ്ചയിൽ സാജിദ് മിറുമായിട്ട് കാണുമ്പോൾ ഒപ്പം ഈ ഹെഡ്ലിയും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ വളരെ സ്ഫോടനാത്മകമായ വിവരങ്ങളാണ്. ഭീകരാക്രമണം അപ്പോൾ വർഷങ്ങളെടുത്ത ഗൂഢാലോചനയുടെ ഫലമാണ്. മാത്രമല്ല, ഈ ഹെഡ്ലി ആരാണ്? ഹെഡ്ലിയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് ചർച്ച ചെയ്തതാണ്. അയാൾ സയ്യിദ് ദാവൂദ് ഗിലാനി എന്നാണ് അയാളുടെ ശരിയായ പേര്. ഒരു പാക് നയതന്ത്ര ഉദ്യോഗസ്ഥന് അമേരിക്കക്കാരിയിലുണ്ടായ മകനാണ്. ഈ മകൻ ജനിച്ചതിന് ശേഷം മകനെയും കൂട്ടി അയാൾ പാകിസ്ഥാനിൽ വരുന്നു. അവിടുത്തെ ഒരു സൈനിക സ്കൂളിൽ പഠിപ്പിക്കുന്നു. ആ സൈനിക സ്കൂളിൽ വെച്ചാണ് ഈ റാണയും ഹെഡ്ലിയും തമ്മിൽ പരിചയപ്പെടുന്നത്, സൗഹൃദം സ്ഥാപിക്കുന്ന അവിടെ വെച്ചാണ്. പിന്നീട് ഈ ഗിലാനി, അതായത് ഈ പറയുന്ന സയ്യിദ് ദാവൂദ് ഗിലാനി അമേരിക്കയിലേക്ക് മടങ്ങുന്നു. റാണ പാക് സൈന്യത്തിൽ ചേരുന്നു. അവിടെ ഡെന്റിസ്റ്റാണ് അയാൾ. അവിടെ ക്യാപ്റ്റനായിട്ട് ജോലി ചെയ്തു. പിന്നീട് അവിടുന്ന് വിരമിച്ചതിന് ശേഷം, അതായത് ഒരു നിശ്ചിത കാലത്തെ സർവീസിന് ശേഷം അവിടുന്ന് വിരമിച്ചു. തുടർന്ന് ISIയുടെ സഹായത്തോടുകൂടി, പാക് ചാരസംഘടനയായ ISIയുടെ സഹായത്തോടുകൂടി റാണ ഒരു കനേഡിയൻ പൗരത്വം ഒപ്പിക്കുന്നു. എന്നിട്ട് കാനഡയിലേക്ക് താമസം മാറുന്നു. അവിടുന്ന് പിന്നീട് അമേരിക്കയിലേക്ക് ചെല്ലുന്നു. അമേരിക്കയിൽ വെച്ച് വീണ്ടും ഹെഡ്ലിയുമായിട്ട് കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ ഈ ദാവൂദ് ഗിലാനിയുമായിട്ട് കണ്ടുമുട്ടുന്നു.
തുടർന്നാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്തെങ്ങും അല്ല, കേവലം 1-2 വർഷം മുമ്പ് മാത്രമല്ല തുടങ്ങുന്നത്. നമുക്കറിയാം, ഗുജറാത്ത് കലാപത്തിന് ശേഷം നടന്ന ഇലക്ഷനിൽ മോദി വീണ്ടും അധികാരത്തിലെത്തി, അമിത്ഷാ ജയിച്ച് അധികാരത്തിലെത്തി, ഒക്കെ അവരെല്ലാം തുടർഭരണം സാധ്യമാക്കി. ആ സമയത്താണ് ഇദ്ദേഹത്തെ, നരേന്ദ്രമോദിയെ കൊലപ്പെടുത്താനായിട്ട് ഒരു ചാവേറിനെ, ഒരു സ്ത്രീ വനിതാ ചാവേറിനെ ലഷ്കർ-ഇ തോയ്ബ നിയോഗിക്കുന്നത്. അത് ഇസ്രത് ജഹാനാണ് എന്ന് നമുക്കറിയാം. അവർ ആന്ധ്ര പോലീസ് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര പോലീസാണ് അവരെ തടയുകയും അവരെ പിന്നീട് ഏറ്റുമുട്ടലിൽ അവരെ തടയാൻ ശ്രമിക്കുന്നു. കാറിൽ ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടുകയും അതനുസരിച്ച് അവരെ തടയാൻ ശ്രമിക്കുകയും പിന്നീട് ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. അവർ ഇയാളോടൊപ്പം, ഇസ്രത് ജഹാനോടൊപ്പം പ്രാണേഷ് പിള്ള അഥവാ ജാവേദ് ഷെയ്ഖ് എന്ന് പറയുന്ന മലയാളി ഉണ്ടായിരുന്നു. ഒപ്പം മറ്റ് 2 പേര് പാകിസ്ഥാനികൾ, പാക് പൗരന്മാരാണെന്ന് കൃത്യമായിട്ടും തെളിഞ്ഞു. ഇത് ആസൂത്രണം ചെയ്തതും ഈ റാണയും ഹെഡ്ലിയും ചേർന്നാണ്. അപ്പോൾ മോദിയെ കൊലപ്പെടുത്തുക, അതെ, പല കാലങ്ങളിൽ കൊല്ലപ്പെട്ടവരാണെങ്കിലും പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളുമാണെങ്കിലും ഇവർ തമ്മിലെല്ലാം കൃത്യമായ അന്തർധാര വളരെ കൃത്യമായിരുന്നു. ഇവരെല്ലാം തമ്മിലൊരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അതിനെ കൺട്രോൾ ചെയ്തിരുന്നത് ലഷ്കർ-ഇ തോയ്ബയാണ്. ലഷ്കർ-ഇ തോയ്ബയുടെ ചാവേറുകളാണ് ഇവരിൽ പലരും. ഈ 10 പേര് അറിയാമല്ലോ, മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട, പിന്നീട് തൂക്കിലേറ്റപ്പെട്ട, ആദ്യം കൊല്ലപ്പെട്ട 9 പേര്, പിന്നീട് തൂക്കിലേറ്റപ്പെട്ട അജ്മൽ കസബ് ഉൾപ്പെടെ ഈ 10 പേരും ലഷ്കറിൻ്റെ പരിശീലനം നേടിയ, മുമ്പൊരു കേസിലും പെടാത്ത ഭീകരവാദികളാണ്, ചാവേറുകളാണ്. അവർ മരിക്കാൻ സന്നദ്ധരായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. എന്തായാലും ശരി, ഇപ്പോൾ ഇങ്ങനെ നിരവധി മാനങ്ങൾ ഈ കേസിലുണ്ട്. ഇത് ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ലഷ്കർ-ഇ തോയ്ബയാണെങ്കിൽ ഇതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ ആരാണ്? ഇതുകൊണ്ട് നേട്ടം ആർക്കാണ്? ഈ മുംബൈ ഭീകരാക്രമണം കൊണ്ട് ആർക്കാണ് നേട്ടം? അവർ എന്ത് നേടി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ വിവിധ ഈ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ അതിൽ മാറി മറിഞ്ഞേക്കും. പല രാഷ്ട്രീയ നേതാക്കളുടെയും കപട മുഖം മൂടി അഴിഞ്ഞു വീഴും. അവർക്ക് അതിന് പിന്നിലെ, ആ മുഖം മൂടിക്ക് പിന്നിലെ യഥാർത്ഥ മുഖങ്ങൾ ജനം അറിയും. അതിലേക്കൊക്കെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ സാജിദ് മിറിനെ കണ്ടു, ഈ റാണയും ദാവൂദ് ഗിലാനിയും ഒക്കെ കണ്ടു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഈ സാജിദ് മിർ എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ പ്രധാന നോട്ടപ്പുള്ളിയാണ്. ഈ പറയുന്നത് പോലെ ഹാഫീസ് സയ്യിദിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് സാജിദ് മിർ. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മുങ്ങിയ ഈ KP സാബിർ എന്ന് പറയുന്ന ആലുവക്കാരൻ, അയാൾക്ക് ബാംഗ്ലൂർ സ്ഫോടനമടക്കം ബന്ധമുണ്ട്. ആ കേസിലടക്കം അയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ ബാംഗ്ലൂർ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരാൾ തടിയൻ്റെവിടെ നസീറാണ്. അയാളിപ്പോൾ ജയിലിലാണ്, ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരെല്ലാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് വസിക്കുന്നതും ജനിച്ചു വളർന്നതുമെല്ലാം. അപ്പോൾ ഇവരെ ചുറ്റിപ്പറ്റി ഇവരുടെ ഒരു സ്വാധീന വലിയ രീതിയിൽ കാണുമല്ലോ. ഇത്തരം ഭീകരവാദികൾ സ്വാധീനിച്ച വ്യക്തികൾ ഉൾപ്പെടെ, യുവാക്കൾ ഉൾപ്പെടെ ഇപ്പോഴും ഈ സമൂഹത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും വലിയ വ്യവസായികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട്. അങ്ങനൊരു വലിയ ശൃംഖല തന്നെ ഇതിനകത്തുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ ഈ തടിയൻ്റെവിടെ നസീർ നമ്മൾ മനസ്സിലാക്കണം, ലഷ്കർ-ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്നു. അയാൾ കാശ്മീരിലേക്ക് യുദ്ധം ചെയ്യാനായിട്ട് 4-5 ചെറുപ്പക്കാരെ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്തതാണ്. അതിലും ഈ സാബിർ പ്രധാന മുഖ്യ പ്രതിയാണ് അതിലും. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇത് കൃത്യമായിട്ടും റാണയ്ക്ക് ഇതിലേക്ക് വെളിച്ചം വീശാൻ കഴിയും. ഇതിൻ്റെ ഒരു സമഗ്രമായ ചിത്രം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കഴിയും. എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും ശരി, റാണയ്ക്ക് തൻ്റെ മനസ്സ് തുറന്നേ മതിയാവുള്ളൂ. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ 8 NIA ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ എത്തിയതിന് പിന്നിൽ മറ്റൊരു സാധ്യതയും കാണുമല്ലോ. ഉടൻ തന്നെ ഈ റാണയെ കൊച്ചിയിൽ എത്തിക്കാനുള്ള സാധ്യത. റാണയെ ഉടൻ തന്നെ കൊച്ചിയിൽ എത്തിക്കുമോ ഇല്ലയോ എന്നുള്ള വിവരം നമുക്ക് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ശ്രീജിത്ത് പറഞ്ഞതുപോലെ കൊച്ചിയിൽ എത്തിച്ചേ മതിയാവുള്ളൂ. കാരണം കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അതിന് നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച്, നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയ്ക്ക് അനുസരിച്ച് പ്രതിയുമായിട്ട് കൃത്യം നടന്ന സ്ഥലത്ത് ചെന്ന് നേരിട്ട് തെളിവെടുക്കണം എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് റാണയെ എത്തിക്കാതിരിക്കാൻ സാധിക്കില്ല. കൃത്യമായിട്ടും റാണയെ തെളിവെടുപ്പിന് എത്തിക്കും. അത് പോലീസ് എത്ര സൂക്ഷ്മവും രഹസ്യവുമായിട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ NIA-ക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഏജൻസികൾക്ക് മാത്രമേ അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയുള്ളൂ. അവർ അത് സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും റാണ മനസ്സ് തുറക്കുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ വലിയ ചില നേതാക്കൾ, ചില പ്രധാന രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.